ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ചിക്കൻ ചുക്ക റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു 4 സവാള എടുത്ത് നന്നായി മൊരിച്ചെടുക്കാം. വറുത്ത് കോരൂല, നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന പോലെ. സവാള അരിയുമ്പോൾ നല്ല തിന്നായിട്ട് വേണം അരിയാൻ കേട്ടോ, എങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് എടുക്കാൻ പറ്റൂ. ഉള്ളി നന്നായി ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അത് കുറച്ച് ഉള്ളി ഇട്ട് നന്നായി മൊരിച്ചെടുക്കാം. സവാളയൊക്കെ നന്നായി വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അതിലേക്ക് തൈരും 2 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. തൈരും പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇവിടെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു പിടി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതും പിന്നെ ഇഞ്ചിയും നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കറിവേപ്പില ഇട്ട് 2 പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്ന രീതിയിൽ വരെ വഴറ്റണം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായി വഴണ്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം വരെ വഴറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് നേരം മിക്സ് ആക്കിയപ്പോൾ തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 2 തക്കാളി എടുത്ത് നല്ല ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും, അതിന് വേണ്ടിയാണ്. തക്കാളി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ആക്കി കൊടുക്കാം. തക്കാളി ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുള്ള കാര്യം നമ്മൾ ഈ സമയത്ത് മറന്നു പോകരുത്, എങ്കിൽ കൂടി പോകും കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഈ മിക്സിയിലേക്ക് നമ്മൾ നേരത്തെ ഇതൊക്കെ തേച്ച് വെച്ചില്ലായിരുന്നോ, ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സാക്കി എടുക്കാം. എല്ലാ സ്ഥലത്തും മസാല എത്തുന്ന പോലെ നന്നായി മിക്സാക്കാം. മിക്സ് ആക്കിയപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് കൈ വെച്ച് നന്നായി പൊടിച്ചു കൊടുക്കാം. പൊടിച്ച് എടുക്കുമ്പോഴാണ് ഇതിന് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. കൈ വെച്ച് നന്നായി പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ ഇതുപോലെ നന്നായി ഫൈനായി പൊടിഞ്ഞണക്ക് കിട്ടും. പൊടിച്ച് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ ഇടയ്ക്കിടയ്ക്ക് കറി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പൊടിച്ച് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വറുത്ത് വെച്ച എല്ലാ സവാളയും ചേർത്ത് നന്നായി ഒന്ന് കറിയിലിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇത് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ പെരുംജീരകവും ചേർത്ത് നന്നായി മിക്സ് ആക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കറി നന്നായി കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ കണ്ടോ, അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.